കടുത്ത നിബന്ധനകൾക്കൊടുവിൽ പ്രവാസികൾക്ക് ആശ്വാസം നൽകി ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തി. കോവിഡ് കേസുകൾ ഗണ്യമായി കുറഞ്ഞതോടെ പല രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ നീക്കി ജീവിതം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നിയന്ത്രണങ്ങൾ എടുത്തുകളയാനുള്ള ഒരുക്കത്തിലാണ് കുവൈറ്റ്. ഇപ്പോൾ ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതായുള്ള വാർത്തകൾ ഏറെ ആശ്വാസം നൽകുകയാണ്. ഇതിനോടകം തന്നെ നിർണായക പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രവാസികൾക്ക് ആശ്വാസം നൽകി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ഞായറാഴ്ച മുതൽ പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് റിപ്പോർട്ട്. ഇതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ കൈക്കൊള്ളാൻ മന്ത്രിസഭ വ്യോമയാന വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കോവിഡിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന വിസ വിതരണം പഴയ തോതിൽ പുനരാരംഭിക്കാനും മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. നിലവിൽ രാജ്യത്തെ കോവിഡ് സാഹചര്യം ഏറെ മെച്ചപ്പെട്ട പശ്ചാത്തലത്തിലാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണതോതിലാകുന്നത്. ഇതുൾപ്പെടെയുള്ള കൂടുതൽ ഇളവുകൾ നൽകാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. വിമാനത്താവളം പ്രവർത്തിച്ചു തുടങ്ങാൻ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം നടത്താൻ GCCക്ക് മന്ത്രിസഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന തീരുമാനങ്ങൾ ഇവയാണ്. അംഗീകൃത വാക്സിൻ എടുത്തവർക്ക് എൻട്രി വിസ അനുവദിക്കും. ഞായറാഴ്ച മുതൽ കുവൈറ്റ് വിമാനത്താവളം പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. വിവാഹ സൽക്കാരങ്ങൾക്കും സമ്മേളനങ്ങൾക്കും അനുമതി. നമസ്കാരത്തിന് ഇനി തോളോട് തോൾ ചേർന്ന് നിൽക്കാം. തുറന്ന സ്ഥലങ്ങളിൽ ഇനി മാസ്ക് ധരിക്കേണ്ട, അടച്ചിട്ട സ്ഥലങ്ങളിൽ വേണം. റെസ്റ്റോറന്റ്, കഫേ പോലുള്ള മാസ്ക് ധരിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സാമൂഹിക അകലം പാലിക്കണം. അതേസമയം കുവൈറ്റിൽ നിന്ന് 47 ദിവസത്തിനിടെ 2739 പേരെ നാടുകടത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി. സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 17 വരെ കാലയളവിലാണ് ഇത്രയും പേരെ നാടുകടത്തിയത്. നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമിർ അൽ അലി അസബാഹ്, മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് ഫൈസൽ നവാഫ് എന്നിവർ നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ താമസ നിയമലംഘകരെയും മറ്റ് നിയമലംഘകരെയും പിടികൂടാൻ പരിശോധന ശക്തമാക്കാനാണ് നിലവിൽ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നവരെ വേഗത്തിൽ തിരിച്ചയക്കാൻ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ആരംഭിച്ച സുരക്ഷാ പരിശോധനാ ക്യാമ്പയിൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവയ്ക്കുകയുണ്ടായി. ഇത്തരത്തിൽ പിടിയിലാകുന്നവരെ പാർപ്പിക്കാൻ സ്ഥലമില്ലാത്തതാണ് ക്യാമ്പയിൻ നിർത്തിവെക്കാൻ നിർബന്ധിതമാക്കിയത്. നാടുകടത്തൽ കേന്ദ്രം നിറഞ്ഞിരിക്കുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിലെ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം വേഗത്തിൽ നാട്ടിലേക്കാൻ കഴിയുന്നില്ല എന്നതും സങ്കീർണത സൃഷ്ടിച്ചു. അതിനാൽ തന്നെ കൂടുതൽ നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുകയാണ് അധികൃതർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.